ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ആയിട്ടായാലോ? വേറൊന്നല്ല, ബ്രെഡ് ഉപ്മാവ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചത്, 2 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളകും ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സാധാരണ ഉപ്പുമാവ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് മൊത്തം പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഉള്ളി ഇടുന്നുണ്ട്. പാനൊന്ന് ചെറുതായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറിൽ വ്യത്യാസം വരുന്നവരെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓരോ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതിടുന്നുണ്ട്. പിന്നെ തക്കാളി ഇടുന്നുണ്ട്. പച്ചമുളക്. തക്കാളി ഒന്ന് വെന്തോടെയിട്ട് അതുവരെ നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉടച്ചു കൊടുക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള ബീൻസും ക്യാരറ്റും എല്ലാം ഒന്ന് ചേർത്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടുന്നതാണ് നല്ല. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട്, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് നല്ല. ഇനി നമുക്കിതിനകത്തേക്ക് ഞാനിപ്പം മുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ പച്ചമണം, പൊടികളൊന്നും ഇട്ടതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് മുട്ടയിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൊടികൾ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണെങ്കിൽ കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബ്രെഡ് ഇടാം. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ബ്രെഡ് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. എന്നാലും പെട്ടെന്നല്ല നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബ്രെഡ് എപ്പോഴും നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ഇട്ടിട്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ആക്കിയാൽ ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് മാത്രം. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്.
നമ്മൾ ബ്രെഡ് ഉപ്മാവ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ച് നമ്മളെ മല്ലിച്ചപ്പുണ്ടല്ലോ അതിനകത്ത് മേലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളെ മാവിടെ റെഡി ആയി കഴിഞ്ഞു. എപ്പോഴും നമ്മൾ ഓംലേറ്റ് എല്ലാം ഉണ്ടാക്കി ഇതാക്കുന്ന ബ്രെഡ് ഓംലേറ്റ് അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ തോന്നുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡി. താങ്ക് യു.